ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ അനദർ വീഡിയോ. ഇത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ എപ്പിസോഡ് 3 ആണ്. അപ്പോൾ നമ്മളെ ബ്രൂട്ടക്സ് മൈനിങ്ങിന് പോയിരിക്കുകയാണ്. ബ്രൂട്ടക്സ് ഒരു മൈനിങ്ങിന് വേണ്ടിയും പോയിട്ടുണ്ട്. ഓനിക്ക് കുറച്ച് ഡയമണ്ട് ഗോൾഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ ഒരു എന്താ പറയുക, വില്ലേജ് ബ്രീഡറിൻ്റെ ഓട്ടോമാറ്റിക് ആക്കുമ്പോൾ ഓനിക്ക് റെയിൽസ് പവേർഡ് റെയിൽ വേണം. അതിനാണ് ഓനെ ഗോൾഡ് മൈൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഡയമണ്ടും കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കെന്തായാലും കുറേ പേര് കമൻറ്റ് ചെയ്ത പോലെ ഇന്നൊരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കണം. ഓക്കെ, ഇന്നാണ് നമ്മൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ആദ്യം നമുക്ക് വുഡ് വേണം. ഇപ്പം എൻ്റെ അടുത്ത് ഏകദേശം അത്യാവശ്യം ഉണ്ടാക്കുന്നതും വേണ്ട, എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം നമ്മളുടെ അടുത്തുണ്ട്. പിന്നെ കുറച്ച് കാണുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് ഗ്ലാസ്സും വേണം. ഗ്ലാസ് ഓൾറെഡി കുറച്ചുണ്ടല്ലേ. കോളില്ല ഇനി. കോളുണ്ട്. നമുക്കൊരു 2-3 കോള് മതി. ഈ ഒരു കോളിൽ സ്മെൽറ്റാകുന്ന അത്ര മതി. നമുക്കാദ്യം നമ്മളെ ബേസിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കുയ്യാണ് നമുക്ക് വേണ്ടത്. എവിടെയാണ് ബേസാക്കുക? നമ്മളിപ്പോഴുള്ള ബേസ് പൊട്ടിച്ചിട്ട് അവിടെ തന്നെ ആക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ എന്താ പറയുക ബേസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഈ ഒരു ഏരിയയിൽ പോരാ, ഇതൊരു അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം. നമുക്ക് 4x4 പോരാ. നമുക്ക് ആദ്യം നമ്മളെ ബേസിനുണ്ടെന്ന് കുഴിയെടുക്കാം. നമുക്ക് 1 2 3 4 5 6 7 7x7 ആയിട്ടാണ് നമ്മൾ നമ്മുടെ കുഴി ആക്കിയിട്ടുണ്ട്. 7x7 1 2 3 4 5 6 7 1 2 3 4 5 7x7. ഓക്കെ, ബ്രൂട്ടക്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളെ അയണും ഗോൾഡൊക്കെ എടുത്തിട്ട് ഞാൻ ബ്രൂട്ടക്സിന് എത്രയോ അയൺ കിട്ടി. ഇന്നത്തെ ഗോൾ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ബേസും പിന്നെ ഒരു അയൺ ആർമറും, ഫുൾ സെറ്റ് അയൺ ആർമറാണ്. വില്ലേജ് ബ്രീഡർ നമുക്ക് ഫുള്ളാക്കണം. ഇന്നത്തെ 3 ഗോളാണുള്ളത്. അത് 3 ഏകദേശം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഓനെ കിട്ടേണ്ട എത്ര ഗോൾഡ് കിട്ടി? 13 ഗോൾഡ് എടുത്തിട്ടാണ്. വലിയൊരു ഹോൾ തന്നെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ പണി ഫ്ലോറൊന്ന് ഫുള്ള് ബ്രിഡ്ജിൻ്റെ പ്ലാങ്ക്സ് വെച്ചിട്ടാക്കണം. പിന്നെ ഈ ചുമരൊക്കെ ഫുള്ള് ഓക്ക് പ്ലാങ്ക്സും വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ബ്രൂട്ടക്സ് മൈനിങ്ങിനൊക്കെ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ഫ്ലോറൊന്ന് ഫുള്ള് ഫില്ല് ചെയ്യും. ബ്രിഡ്ജ് പ്ലാങ്ക്സ് വെച്ചിട്ട് ഫ്ലോർ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓക്ക് വെച്ചിട്ട് ചുമര് ഫില്ല് ചെയ്യുമ്പോൾ ഇനിയും മണ്ണാക്കുന്നില്ല. ഈ ഒരു മണ്ണത്തിൽ തന്നെയാണ് ആക്കുന്നത്. നമുക്കിത് ഫുള്ളൊന്ന് വേഗം ഫില്ല് ചെയ്തെടുക്കാം. നമ്മളെ ചുമര് ഇത്രയും ഫില്ല് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രൂട്ടക്സിന് കയറി ഇറങ്ങാൻ ഒരു സ്റ്റെയർ ആക്കിയിട്ടുണ്ടല്ലോ. അവന് വേറെ എന്തെങ്കിലും ബ്ലോക്സൊക്കെ വെച്ചിട്ട് കയറും. നമുക്കിതാ ഈ ഒരു ചുമരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചുമരിൻ്റെ പണിയും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ചെറുതായി പോയോന്ന് എനിക്കൊരു സംശയം. ബ്രെഡ് ഉണ്ടോണോ? ഇത് വളരെ ഗ്ലാസ്സിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്ക് വേണം, നമുക്ക് ആവശ്യമുണ്ട്. ഗ്ലാസ് എന്തായാലും എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത്ര കാര്യം വേണ്ട. അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അത്രേ വണ്ണുള്ളൂ. ഇനി 2-3 അതിന് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ അല്ല, കുറച്ചും കൂടെ ഉള്ളൂ. 3 ഓക്കെ, നമുക്ക് ഇതാ ലാഡർ ഉണ്ടാക്കി കൊണ്ടു തരുവാ. വുഡ് ഞാൻ തരാം. പോരാ, ഓക്കെ. ഇനി അടുത്ത നൈറ്റ് മുതൽ നമ്മളെ പുതിയൊരു അണ്ടർഗ്രൗണ്ട് ബേസിലായിരിക്കും താമസിക്കുന്നത്. ഓടെ ഞാൻ നല്ല പ്യുവറായിട്ടുള്ള പ്ലാങ്കിലൊക്കെ കാല് വെച്ചിട്ടാണ് വന്നത്. അല്ലാണ്ട് ഇന്നെ പോലത്തെ ചീന കാലല്ല എൻ്റെ. അയാണ് കോളിതാ. കോള് ഞാനെടുത്തിട്ടൊന്നുമില്ല. കോള് വേണോ?
പിന്നെ അയാളെ സ്മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് എടുത്തിട്ട് അയാളെ ജസ്റ്റിലൊക്കെ നമുക്ക് രണ്ടാം ഒരുമിച്ചാണ് ആർമറാവും. നീ എന്നെല്ലാം ചെയ്തോ. ജസ്റ്റിൽ ചെറിയൊരു മൈനിങ് ഏരിയയും കൂടി നമുക്ക് ആക്കണം. ലാബ് അതിനു മുമ്പ് ഒരു പണിയും കൂടി ചെയ്യാനുണ്ട്. നമുക്ക് പൊട്ടിക്കാം. ഇതേപോലെ നമ്മൾ ഫുള്ളും ചുറ്റും വെക്കണം. പണിയും കൂടി കഴിഞ്ഞു. ഡാക്സ് പൊട്ടി. നമുക്ക് ഇതും പൊട്ടിച്ച് മാറ്റാം. ഇതിൻ്റെ അപ്പുറമുള്ള ഈ ഒന്നും കൂടി പൊട്ടിച്ച് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ലാഡറിങ് എടുത്തതിന് ശേഷം ഈ ലാഡർ ഒന്ന് ഫുൾ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ലാഡറിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി നമ്മളെ ഈ ഒരു ടൈനി എന്താ പറയുക, ഒരു ടൈനി എന്ന് തന്നെ പറയാം. ടൈനി അണ്ടർഗ്രൗണ്ട് ബേസ് ഇവിടെ റെഡിയായി. നമുക്ക് ഈ ട്രാപ്പ് ഡോർ എങ്ങനെ വെക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇങ്ങനെ ഇതേപോലെയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, നമ്മളെ ഫൈനലി കേസ് നമ്മളെ ഈ ഒരു ചെറിയൊരു അണ്ടർഗ്രൗണ്ട് ബേസിൻ്റെ പണിയോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എൻ്റെ ബെഡ് കൊണ്ടുപോയി വെക്കണം, വെച്ച് കൊടുക്കാം. ഓക്കെ, അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മളെ ഒരു ഫൈനൽ ലുക്ക് ഇവിടെ കിട്ടി. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തായാലും ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ, പിന്നെ നമുക്ക് 2 ഫർണേസും കൂടി ഉണ്ടാക്കിയിട്ട് ചുറ്റും വെച്ച് കൊടുക്കാം. പുതിയ വീട്ടിലെല്ലാം പുതിയ സാധനങ്ങൾ. ഓക്കെ, നമുക്കൊരു സ്മോക്കർ ഉണ്ടാക്കണം. അതെന്തായാലും നല്ലതാണ്. സ്മോക്കർ ഉണ്ടാക്കാൻ വുഡല്ലേ? സ്മോക്കറിന് ഒരു ഫർണേസും വേണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഫർണേസ് ഉണ്ടാക്കിയിട്ട് സ്മോക്കർ ഉണ്ടാക്കാം. ഓക്കെ, ഈ ഒരു സ്മോക്കർ നമുക്ക് ഇവിടെയും വെച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വേഗം ചെയ്യാമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഇവിടെയായിട്ട് ചെറിയൊരു മൈനിങ് ഏരിയ, കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു അണ്ടർഗ്രൗണ്ട് ബേസിൽ ചെറിയൊരു ചെസ്റ്റ് റൂമും നമുക്കാക്കണം. അതിനാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ അങ്ങ് താഴോട്ടൊക്കെ കുറച്ച് ഒഴിച്ച് പോകണം. അപ്പോൾ 1 കിലോ നമുക്ക് കുറേ ചെസ്റ്റൊക്കെ വെക്കാനുണ്ട്, പിന്നെയും വലുതാക്കാം. ഇത് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ടാക്കിയൊരു ചെറിയൊരു ബേസ് എന്നേ ഉള്ളൂ. ഓക്കെ, ഈ ബ്രൂട്ടക്സിന് എന്തായാലും നല്ലൊരു ബേസ് ആക്കും അല്ലേ ബ്രൂട്ടക്സ്? ഓക്കെ, അങ്ങനെ നമ്മളെ ഈ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള ബേസും റെഡി, മൈനിങ് ഏരിയയും പിന്നെ ചെറിയൊരു ചെസ്റ്റ് റൂമും നമുക്ക് പുതുതായിട്ട് കുറച്ച് ചെസ്റ്റും അവിടെ കൊണ്ടുപോയി വെക്കാം. നമ്മൾ ചെസ്റ്റ് വെക്കുന്നത് ഇതേപോലെ ആദ്യം വെക്കാം. ഇതേപോലെ നമ്മളെ അണ്ടർഗ്രൗണ്ട് ബേസ് ഇവിടെ റെഡി. എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താൻ പറ്റിയിട്ടില്ല, കാരണം നമുക്ക് അയൺ ആർമർ ആവണമെന്ന് നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ബ്രൂട്ടക്സ് അയൺ ആർമർ ആവണം. അതിനായിട്ട് അയണൊക്കെ കളക്ട് ചെയ്ത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. പേട്ടെ അതല്ലേ ഇതിൻ്റെ ഉള്ളിലെങ്ങാനും സ്പോണായാൽ നമ്മൾ തീർന്നു. ഇതിൻ്റെ അടിയിലെങ്ങാനോളി അയ്യോ പാവം. ബ്രൂട്ടക്സിൻ്റെ ബെഡിൽ ഞാൻ കിടന്നു. ബ്രൂട്ടക്സിൻ്റെ ബെഡ് ഞാൻ വൃത്തിയിടാക്കി. ഓക്കെ, നമുക്ക് നമ്മളെ ബേസിൽ ഇത് 2 പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് ട്രാപ്പ് ഡോർ വെക്കാൻ പറ്റുമോ നോക്കാം. അതിൻ്റെ അടിയിൽ ട്രാപ്പ് ഡോർ ആകുന്നുണ്ട്. അതാകുമ്പോൾ ഒരു തട്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ലുക്കും കൂടി കിട്ടും. നമുക്കിപ്പോൾ ഇനി സ്മെൽറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല നമുക്ക്. അതുകൊണ്ട് ഈ ഒരു കോൾ അല്ല കോപ്പർ സ്മെൽറ്റ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. കോപ്പർ ആർമർ പൊട്ടിട്ടായാ പോരെ? കോപ്പർ ആർമർ നമുക്ക് സെക്കൻഡ് ആർമർ ആയിട്ട് വെക്കാം. നീന്നാ ബാക്കി 15 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് ടൂൾസ് ആക്കാനില്ല പോരാ? ഇനിയും വേണോ? ഇവിടെ ഞാൻ ലെഗിൻസ് അങ്ങ് വെച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് ആക്സ് പിക്കാക്സ് ഇല്ല സോറി ആക്സ് പിക്കാക്സ് ആക്സ് ഷവല് കുറച്ച് സ്റ്റിക്ക് ആക്കണം. ഇത് സ്റ്റിക്ക് ആക്കാം. എൻ്റെ അടുത്ത് ഇല്ല 6 എണ്ണേ ഉള്ളൂ. എൻ്റെ അടുത്ത് 6 എണ്ണേ ഉള്ളൂ. ഇത് ഫുള്ള് സ്റ്റിക്ക് ആക്കാം. സ്റ്റിക്ക് എടുക്കെടുക്കുക ആവശ്യം വരും. പിക്കാസും ആക്സും ഷവലാക്കാൻ പോലും ഇല്ല. ആക്സും പിക്കാസും നമ്മള് ആ ബാക്കിയും കൂടി സംഭവം ഇന്നത്തെ ഒരു വലിയൊരു സംഭവം കൂടി നമ്മൾ കാണിച്ചു തരാം. ഫുൾ സെറ്റ് അയൺ ആർമർ. ബ്രൂട്ടക്സ് അതവിടെ ഫുൾ സെറ്റ് അയൺ ആർമറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു
നാലാമത്തെ ഈ എപ്പിസോഡ് മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നതാണ്. നമുക്ക് ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട്. നമുക്ക് ഈ ഒരു ചെസ്റ്റ് റൂമിൽ ഒന്നും കൂടി പോകണം. അതായിരിക്കും നമുക്ക് ആദ്യം ഈ ഒരു വുഡ് ബ്രൂട്ടക്സിന് കൊണ്ടുപോയി കൊടുക്കാം. എന്നാ ബ്രൂട്ടക്സ് വുഡ് നമുക്ക് വില്ലേജറെ പിടിച്ചിട്ടുണ്ടോ? ഇതാ ഞാൻ ഈ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി നമ്മളെ ഈ ഒരു വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വരാം. വെക്കാം. ഓക്കെ ഗായ്സ്, നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്താക്കും? എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫാം ആക്കണം. ഒരു ചെറിയൊരു ഫുഡ് ഫാം. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള ഈ ഒരു ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫാമും കൂടി ആക്കണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.